ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയുടെ 4th ചാപ്റ്ററായിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ്. അപ്പോൾ നമ്മൾ 3rd പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്താണ്, ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്നൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് എന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന കാര്യമാണ്. അതായത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് റേറ്റ് ലോ, അതുപോലെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണ് എന്നിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കെ എന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, അതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നറിയപ്പെടുന്ന ആൾ. അപ്പോൾ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന ഒരു കാര്യം കൂടെ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന കാര്യമാണ്. എന്താണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ? ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്താണ്? ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ പ്രകാരം ഒരു റേറ്റ് R is equal to K into concentration of A raised to X, concentration of B raised to Y എന്നാണ് നമ്മൾ എഴുതുന്നത് റേറ്റ് ലോ എക്സ്പ്രഷൻ പ്രകാരം. Order of a reaction, which means that it is the sum of the powers of the concentration of the reactant in rate law expression is called the order of a reaction. അതായത് റേറ്റ് ലോ എക്സ്പ്രഷൻ പ്രകാരം നമ്മൾ എഴുതിയ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റുകളുടെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അതിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. It is defined as order of a reaction is defined as it is the sum of the powers of the concentration of reactant in rate law expression is called order of a reaction. അപ്പോൾ എങ്ങനെയാ? it is the sum of the powers of concentration of reactant in rate law expression. In rate law expression is called order of a reaction, which means that നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയൽ അല്ല, നമ്മൾ ഇങ്ങനെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഓർഡർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് R is equal to K into A raised to 1/2 B raised to 3/2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ പ്രകാരമുള്ള ഒരു റിയാക്ഷൻ തന്നാൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? 1/2 + 3/2 ആയിരിക്കും. ഓർഡർ is equal to 1/2 + 3/2. ബോട്ടമിൽ 2 ആയതുകൊണ്ടിട്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പം 3 + 1 is equal to 4, 2 അവിടെ തന്നെ ഉണ്ട്. 4/2 is equal to 2. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്നത് സെക്കൻഡ് ഓർഡറിൽ വരുന്ന റിയാക്ഷനാണ്. സെക്കൻഡ് ഓർഡർ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കാം. അനദർ ക്വസ്റ്റ്യൻ R is equal to K into A raised to 3/2 B raised to -1. അപ്പോൾ നമുക്ക് ഓർഡർ ഇതേപോലെ ജസ്റ്റ് സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓർഡർ ഇസ് ഈക്വൽ ടു 3/2 plus -1
അപ്പോൾ നമ്മൾ ബോട്ടമിൽ സെയിം സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യും, ഇത് -1/1 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ബോട്ടമിൽ 2 ആക്കുന്നു. ഇവിടെ 2 ആക്കിയാൽ ഇവിടെ എന്താവും, ഇവിടെ -2 ആകും. ദാറ്റ് മീൻസ് 3 - 2/2 എന്നാണ് അതിൻ്റെ ആൻസർ, വിച്ച് മീൻസ് 1/2. അതായത് ഹാഫ് ഓർഡർ റിയാക്ഷനാണിത്, ഹാഫ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഒരു ഓർഡർ ഓഫ് എ റിയാക്ഷൻ, അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് എഴുതുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ ഈസ് കോൾഡ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഇത്തരത്തിൽ നമ്മൾ 2 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതിയിട്ട് ആ റേറ്റ് ലോ എക്സ്പ്രഷനിൽ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് നമ്മൾ ആഡ് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന കാര്യം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ അത് ഞാൻ ഒരു കമ്പാരിസൺ, ഒരു ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്നൊരു ടേം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അവിടെ നമ്മൾ കമ്പാരിസൺ ചെയ്ത് ഓർഡറിൻ്റെ മോളിക്കുലാരിറ്റിയും കൂടെ നമ്മൾ മറ്റൊരു സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം. റേറ്റ് ലോ എക്സ്പ്രഷൻ പ്രകാരമാണ് നമ്മൾ ഓർഡർ എന്ന ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം R × കോൺസെൻട്രേഷൻ ഓഫ് A⁻x, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് B⁻y എന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ എയും ബിയും എക്സും വൈയും, അതായത് പവർ വരുന്ന സംഖ്യകൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ടിട്ട് നമുക്ക് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് അല്ല എന്നല്ല, ഇറ്റ്സ് മേ ഓർ മേ നോട്ട് ബി എന്നാണ് റേറ്റ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഇതൊരു ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് എന്ത്, ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന കാര്യമാണ് പഠിക്കേണ്ടത്. സെക്കൻഡായിട്ട് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. റേറ്റ് ലോ പ്രകാരം നമുക്കൊരു റിയാക്ഷൻ ഇങ്ങനെ എഴുതാം, R = K × A⁻x B⁻, കോൺസെൻട്രേഷൻ ഓഫ് B⁻y എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ കെയ്ക്ക് പറയുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റിനെ കുറിച്ചിട്ടാണ്, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെ, ഞാനൊരു ജനറലായിട്ടൊരു ഫോർമാറ്റ് പറയാം, ഇത് നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കുക. mol⁻⁻⁴ n liter⁻n−1 second inverse. ഇത് എല്ലാവരും ഒരു പേപ്പറിൽ എടുത്ത് വെച്ചാൽ ഇതേപോലെ അങ്ങ് പറഞ്ഞ് പഠിക്കുക. ഇതാണ് ശരിക്കും യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. എന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞ് നോക്കിയിട്ട്, mol⁻1 - n liter⁻n−1 second inverse. ഇതാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. നമ്മൾ n എന്ന് പറയുന്നതാണ് ഇവിടെ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. n = ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഓർഡർ ഓഫ് റിയാക്ഷൻ n = 1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് n = 0 മുതൽ വരാം, അതാണ് അതിൻ്റെ ഒരു ഓർഡർ. ഓക്കെ, n = 0 ആയാൽ 0 ഓർഡർ റിയാക്ഷൻ. അപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ വന്നാൽ നമുക്ക് ഈ n-ന് പകരം 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ n-ന് പകരം എന്ത് ഇട്ട് കൊടുക്കുന്നു, 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ mol⁻1 - 0 liter⁻0−1 അടുത്ത സെക്കൻഡ് ഇൻവേഴ്സ്, അവിടെ n ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ 1 - n-ന് പകരം 1 - 0 കൊടുത്തു. അടുത്ത l⁻n−1-ന് n-ൻ്റെ സ്ഥലത്ത് 0 കൊടുത്തപ്പോൾ l⁻0−1 സെക്കൻഡ് ഇൻവേഴ്സ്. മീൻസ് 0 ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് mol⁻1 liter⁻0−1 l⁻−1 സെക്കൻഡ് ഇൻവേഴ്സ് എന്നതാണ്. മനസ്സിലായോ? ഇതുപോലെ
n is equal to 1 കൊടുത്താൽ എന്താ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ നമ്മൾ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ മോൾ റൈസ് ടു 1 minus 1, ലിറ്റർ റൈസ് ടു 1 minus 1, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ മോൾ റൈസ് ടു 1 minus 1 എന്ന് പറയുമ്പോൾ മോൾ റൈസ് ടു 0 ആയി. ഇനി ലിറ്റർ റൈസ് ടു 1 minus 1 എന്ന് പറയുമ്പോഴത്തേക്ക് ലിറ്റർ റൈസ് ടു 0 ആയി, സെക്കൻഡ് ഇൻവേഴ്സ്. അതായത് മോൾ റൈസ് ടു 0, ലിറ്റർ റൈസ് ടു 0, സെക്കൻഡ് ഇൻവേഴ്സ്. വിച്ച് മീൻസ് നമുക്ക് യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എഴുതിയാൽ മതി, ബാക്കി അങ്ങനെ വരുന്നത് കൊണ്ടിട്ട് സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി നമുക്ക് n is equal to 2 സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ നോക്കാം. n is equal to 2 സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. നിങ്ങൾ പറഞ്ഞ എങ്ങനെ? മോൾ റൈസ് ടു ഇവിടെ 2 ഇട്ട് കൊടുക്കണം. 1 minus 2, ലിറ്റർ റൈസ് ടു 2 minus 1, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ എങ്ങനെ വരും? മോൾ റൈസ് ടു 1 minus 2, 1 നിന്ന് മൈനസ് 2, 1 minus 2, അതായത് 1 minus 1 ആകുമ്പോൾ 0, then minus 1, അതായത് മോൾ റൈസ് ടു -1, ലിറ്റർ റൈസ് ടു 2 minus 1, 2 നിന്ന് കുറച്ച് എത്ര? 1, അപ്പോൾ ലിറ്റർ റൈസ് ടു 1, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഒരു 0 ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് മോൾ റൈസ് ടു 1, ലിറ്റർ റൈസ് ടു -1, സെക്കൻഡ് ഇൻവേഴ്സ് എന്നതാണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ അവിടെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇനി ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ അവിടുത്തെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് മോൾ റൈസ് ടു -1, ലിറ്റർ റൈസ് ടു 1, സെക്കൻഡ് ഇൻവേഴ്സ് എന്നതാണ്. ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് NCERTയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജനറൽ ഇക്വേഷൻ അവിടെ കിടക്കട്ടെ, നമുക്കത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് എഴുതാം. ഒരു ക്വസ്റ്റ്യൻ 1 നമുക്ക് ഇത്രയാണ് തന്നിരിക്കുന്നത്. K is equal to 2.3 into 10 raised to -5 ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തേക്ക് എഴുതാം. 3 into 10 raised to -4 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും എങ്ങനെയാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. 2 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ K is equal to 2.3 into 10 raised to -5 ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കത് മോൾ ആദ്യം, പിന്നെ ലിറ്റർ, പിന്നെ സെക്കൻഡ് അങ്ങനെ എഴുതാം. അതായത് 2.3 into 10 raised to -5 ഇവിടെ മോളാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മോൾ റൈസ് ടു -1, അടുത്ത ലിറ്റർ റൈസ് ടു ഇവിടെ 1 ആണ്. ഇനി സെക്കൻഡ് ഇൻവേഴ്സ്. നമ്മളിനി നോക്കുന്നത് ഈ വേരിയബിൾസ്, ഈ ഒരു ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് യൂണിറ്റ് തന്നിട്ടുണ്ട്. ഇത് ഏത് ഓർഡർ റിയാക്ഷനാണ് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പം മോൾ റൈസ് ടു -1 കിട്ടി, വിച്ച് മീൻസ് ദാറ്റ് 1 minus n is equal to -1. എന്താ? 1 minus n is equal to -1. അടുത്തത് n minus 1 is equal to 1. n minus 1 is equal to 1. അപ്പോൾ ആദ്യം എഴുതിയ ഈ ഒരു പോയിന്റിൽ നിന്നും എന്നിൻ്റെ വാല്യൂ എത്ര? -n is equal to -1. ഈ 1 അപ്പുറത്ത് പോകുമ്പോൾ -1. അപ്പോൾ -1 ആകുമ്പോഴത്തേക്ക് -2, വിച്ച് മീൻസ് ദാറ്റ് n is equal to 2. n is equal to 2 എന്ന് വെച്ചാൽ എന്തൊരു റിയാക്ഷനാണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ആദ്യത്തെ കാര്യം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കിട്ടി. നമുക്ക് സെക്കൻഡ് കേസ് കൂടെ നോക്കാം. അവിടെയും സെക്കൻഡ് 2 കിട്ടുന്നുണ്ടോ നോക്കാം. n minus 1 എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് കിട്ടിയത്, വിച്ച് മീൻസ് ദാറ്റ് n is equal to 1. ഈ -1 ഇപ്പുറത്ത് പോയി +1 ആയിരിക്കും. അപ്പോൾ 1 + 1 is equal to 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ കെയിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3 into
10⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നപ്പോൾ തന്നെ മനസ്സിലായി നമുക്കത് എന്തോ ഒരു ഓർഡർ റിയാക്ഷനാണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് അല്ലേ. അപ്പം നമുക്ക് അതേപോലെ നോക്കാം. 1 - n = 0 അല്ലേ. ഇവിടെ മോളിനും എല്ലിനും ഒന്നും വാല്യൂ ഇല്ല. 1 - n = 0 എന്നാണ്. വിച്ച് മീൻസ് ദാറ്റ് എന്താ n = 1. അടുത്ത n - 1 ലിറ്റർ റൈസ് ടു n - 1. n - 1 എന്ന് പറയുന്നത് 0 ആണ്. വിച്ച് മീൻസ് ദാറ്റ് n = 1. അടുത്ത സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് n ഓൾറെഡി 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലെ കെയിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കെ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ കെ എന്ന് എഴുതിയിട്ടില്ല, പക്ഷേ ഇവിടെ കെ എന്ന് എഴുതണം കേട്ടോ. k = അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതെന്ന്.